ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൂമൻ ഫിദെയ് എന്ന ചാക്രിക ലേഖനത്തിൽ പ്രധാനമായും എടുത്തു പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹാദാനത്തെക്കുറിച്ച് സഭയിൽ സഭാപണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പിതാവ് പറയുന്നത്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് പ്രകാശമായി ഞാൻ ലോകത്തിലേക്ക് വന്നു. ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോയെ അനുഗമിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഈശോ പ്രകാശമായി ലോകത്തിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈശോയെ അനുഗമിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കുകയില്ല. അവൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവർ, അവൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ, അവരൊരു കാരണവശാലും അന്ധകാരത്തിൽ നടക്കേണ്ടി വരികയില്ല എന്ന് യോഹന്നാനെ അറിയിച്ച സുവിശേഷം എടുത്തു പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. അതുപോലെ തന്നെ പറയുന്നു, പൗലോസ്ലീഹായും ഇതേ അർത്ഥത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്. 2 കൊരിന്തോസ് 4-ാം അധ്യായം 6-ാം തിരുവചനം. അവിടെ പറഞ്ഞു വെക്കുന്നത്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രകാശിതമായ അല്ലെങ്കിൽ മുഖത്ത് രൂപം കൊണ്ട ദൈവികമായ ശോഭ അല്ലെങ്കിൽ പ്രകാശം, അത് അവൻ്റെ ജ്ഞാനം, അവൻ്റെ അറിവ് നമുക്ക് നൽകേണ്ടതിന്, അല്ലെങ്കിൽ അവൻ്റെ അറിവ് പ്രകാശിക്കേണ്ടതിന് നമുക്ക് നൽകേണ്ടതിനായി നമ്മുടെ ഹൃദയം അവിടുന്ന് പ്രകാശിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. വളരെ ചിന്തിച്ച് വായിക്കേണ്ട ഒരു ഭാഗമാണ് 2 കൊരിന്തോസ് 4:6 എന്നുള്ള തിരുവചനം. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് പ്രശോഭിതമായ അറിവിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ അറിവിൻ്റെ പ്രകാശം നമ്മൾക്ക് നൽകേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ അറിവ് അല്ലെങ്കിൽ പ്രകാശമായിരിക്കുന്നവൻ നമ്മുടെ ഹൃദയത്തെ പ്രകാശമാക്കി മാറ്റും. ക്രിസ്മസിലേക്ക് നാം നടന്നെടുക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉണ്ണിയേശു പുൽത്തൊഴുത്തിൽ പിറക്കുവാൻ പോകുന്ന സമയങ്ങളാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയേശു പുൽക്കുട്ടിൽ പിറക്കുമ്പോൾ പ്രായം കവിയാത്ത ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കുവാൻ കഴിവുള്ളവർ എൻ്റെ കുടുംബത്തിലും ഒരു ശിശു ജനിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇന്ന്
അണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മുൻ തലമുറയെ നമ്മൾക്കറിയാം. ദൈവം നമ്മൾക്ക് വെച്ച് നീട്ടിയ ഈ മഹാദാനത്തെ ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനെ തുറന്നു കൊടുക്കാം. ജോൺ പോൾ ആറാമൻ മാർപ്പാപ്പയും പോൾ ആറാമൻ മാർപ്പാപ്പയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും തങ്ങളുടെ ചാക്രിക ലേഖനത്തിലൂടെ, അപ്പസ്തോലിക ലേഖനത്തിലൂടെ സഭയെ പ്രബോധിപ്പിക്കുന്നുണ്ട്. സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ പിതാവായ ദൈവത്തോടൊത്ത് ദമ്പതികൾ തയ്യാറാകണമെന്ന്. ദൈവം വിവാഹ ജീവിതം ആരംഭിച്ച ദമ്പതികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ദാനമാണ് ദൈവത്തോടൊത്ത് സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാവുക എന്നുള്ളത്. കുടുംബങ്ങൾക്കുള്ള ഒരു കത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. അത് സഭയ്ക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക ലേഖനമാണ്. അവിടെയെല്ലാം എടുത്തു പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി തീരണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. കാരിത്താസ് എസ്തേ എന്ന ചാക്രിക ലേഖനത്തിലും ലൂമൻ ഫിദേയ് എന്ന ചാക്രിക ലേഖനത്തിലും ഹൂമൻ വീത്തെ എന്ന ചാക്രിക ലേഖനത്തിലും ഇവാഞ്ചലിയും വീത്തെ എന്ന ചാക്രിക ലേഖനത്തിലുമെല്ലാം ജീവന്റെ പ്രകാശത്തെക്കുറിച്ചും ജീവൻ പ്രകാശിപ്പിക്കണമെന്നും അവിഹിതമായ മാർഗങ്ങൾ ഉപേക്ഷിക്കണമെന്നും എടുത്തു പറയപ്പെടുന്നുണ്ട്. നമുക്ക് ദൈവം തന്ന അവസരത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് ലിവറിന് രോഗമായിട്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ബിജുവിന് വേണ്ടി ലിവർ പകർന്നു കൊടുത്തിരിക്കുന്ന അവരുടെ മകൾ അന്നയെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദേശീയ നീ അവരുടെ ഓപ്പറേഷൻ വിജയകരമായി തീർത്തു. തുടർന്നും അവർക്ക് യാതൊരു കുഴപ്പം കൂടാതെ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവിയ കുടുംബത്തിനു വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും കുടുംബത്തിനു വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.